ഒരു മനുഷ്യനെ ഇത്രയധികം ഒരു സർക്കാരും ഉപദ്രവിച്ചിട്ടുണ്ടാകില്ല. അത്രയ്ക്കും ഉപദ്രവമാണ് DK ശിവകുമാർ എന്ന കോൺഗ്രസ് നേതാവിനോട് BJP ചെയ്തത്. ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ശിവകുമാറിന് തന്നെയാണ് പക്ഷേ അവസാന വിജയവും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറിന് വൻ വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് DK ശിവകുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അദ്ദേഹത്തെ കുടുക്കാൻ നോക്കിയ CBI പഠിച്ച പണി 18 നോക്കി. അവസാനം ഇതാ കേസിൽ അന്വേഷണം തുടരാൻ അനുമതി തേടി CBI നൽകിയ അപേക്ഷ കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഹർജികൾ ഈ കോടതിയുടെ അധികാര പരിധിയിൽ വരില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിക്കളഞ്ഞത്. കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ BJPയുടെ ഏറാൻ മൂളികളായ EDയും CBIയും എല്ലാം ഒരുമിച്ച് വട്ടമിട്ട് പറന്നിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ ശിവകുമാർ ഇപ്പോൾ കർണാടകത്തിലെ പകരം വെക്കാനില്ലാത്ത നേതാവായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, അന്വേഷണ ഏജൻസികൾക്ക് പുറമെ BJP നേതാക്കളും ശിവകുമാറിനെ വേട്ടയാടാൻ കൂട്ടുനിന്നു. സമാനമായ ഒരാവശ്യവുമായി BJP നേതാവ് ബസവനഗൗഡ പാട്ടീൽ യത്നാൾ എന്ന BJPയുടെ MLAയും ഹർജി നൽകിയിരുന്നു. എന്നാൽ ആ നൽകിയ ഹർജിയും ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. BS യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശിവകുമാറിനെതിരെ CBI അന്വേഷണത്തിന് അനുമതി നൽകിയത്. എന്നാൽ കഴിഞ്ഞ നവംബറിൽ ശിവകുമാറിനെതിരെ അങ്ങനെയൊരു CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് അന്വേഷണത്തിന് നൽകിയ അനുമതി കോൺഗ്രസ് സർക്കാർ പിൻവലിച്ചിരുന്നു. എന്നാൽ തങ്ങൾ അന്വേഷിച്ച് അകത്ത് കിടത്തുക തന്നെ ചെയ്യുമെന്ന ഒറ്റ വാശിയിലായിരുന്നു CBI. എന്നാൽ ഇപ്പോൾ കോടതി മനസ്സിലാക്കി ഹർജി തള്ളിയതോടെ BJPയുടെ ആ നീക്കവും പാളി എന്നുറപ്പിക്കാം. നിലവിൽ കേസ് സംസ്ഥാന ലോകായുക്തയുടെ കയ്യിലാണുള്ളത്. 2017 നരേന്ദ്രമോദിയുടെ തന്നെ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയെ തുടർന്നാണ് DK ശിവകുമാറിനെതിരെ കേസെടുത്തത്. 2013 മുതൽ 18 വരെയുള്ള കാലയളവിൽ, അതായത് സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, DK ശിവകുമാർ മന്ത്രിയായിരുന്ന സമയത്ത് ശിവകുമാറും കുടുംബവും 74 കോടിയിലേറെ രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു EDയുടെ കണ്ടെത്തലുണ്ടായത്. ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ ശിവകുമാറിനെ ED അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 100 ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു. പകയുള്ള ഒരു നേതാവിനോട് പ്രതികാരം ചെയ്യാൻ ഒരിക്കൽ കേസെടുത്ത് അകത്ത് കിടത്തുന്നതല്ലാതെ അതിനുശേഷം ED ആ വഴിക്ക് പോകാറില്ല എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. BJP സർക്കാർ പിന്നീട് ആ കേസ് CBIക്ക് കൈമാറി. അതിനുശേഷം CBI അന്വേഷിച്ച് വീണ്ടും അകത്തിടാനായിരുന്നു പരിപാടി. അതാണ് കോടതിയുടെ ഇടപെടൽ മൂലം ഇപ്പോൾ നടക്കാതെ പോയത്. ഏതായാലും ഈ കേസെടുക്കുമ്പോഴും അകത്തിടുമ്പോഴും ഒക്കെ ശിവകുമാർ ഒരു സാധാരണ MLA മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം കർണാടകയിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്, ഒപ്പം സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയാണ്. അതിനെല്ലാം അപ്പുറത്ത് കർണാടകത്തിൽ എന്നു മാത്രമല്ല, ചങ്കുറപ്പിന്റെ കാര്യത്തിൽ ഈ രാജ്യത്ത് തന്നെ പകരം വെക്കാനില്ലാത്ത നേതാവ് കൂടിയാണ് DK ശിവകുമാർ. ആ തന്റെ ഇടത്തെ BJP വല്ലാതെ ഭയക്കുകയാണ്. BJPയുടെ എത്ര ഏജൻസികൾ നിരന്നു വന്നാലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച ദിവസം കൂടിയാണ് ഇന്ന് കടന്നുപോയത്.